റമളാനിന് വേണ്ടി ഒരുങ്ങണോ? ഓ ഉമ്മമാരെ, വീടിന്റെ ഉള്ളും പുറവും വൃത്തിയാകണം. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നതല്ലേ. അതുകൊണ്ട് വീടിന്റെ ഉള്ളു വൃത്തിയാകണം, വീടിന്റെ പരിസരം വൃത്തിയാകണം. യുവാക്കളെ, പള്ളിയുടെ ഉള്ളു വൃത്തിയാക്കാൻ നിങ്ങൾ സജീവമാകണോ? അത് പള്ളിയിലെ ആളുകളെ മാത്രം വിടാനുള്ളതല്ല. പള്ളിയുടെ മുറ്റം വൃത്തിയാക്കാൻ സജീവമാകണോ? പള്ളി പരിസരം വൃത്തിയാക്കാൻ സജീവമാകണോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളത് പഠിപ്പിച്ചതാണ്. അലിയാർ തങ്ങളത് ചെയ്തവരെ അഭിനന്ദിച്ചതാണ്. ഞാൻ എന്റെ പല വാലുകളിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ വീടിന്റെ പരിസരം മാത്രം വൃത്തിയായാ മതിയോ ഉമ്മ? ചില ഉമ്മമാർക്കൊക്കെ വലിയ തലച്ചൂടാണ്, വലിയ ടെൻഷനാണ്. റമളാൻ വരികയല്ലേ, വീടിന്റെ ഉള്ളു വൃത്തിയാക്കിയിട്ടില്ലല്ലേ, വീടിന്റെ പരിസരം വൃത്തിയാക്കിയിട്ടില്ലല്ലേ, ഒരു പണിക്കാർത്തിയെയും കിട്ടുന്നില്ലല്ലോ. ഉമ്മ, വീടിന്റെ ഉള്ളും വൃത്തിയാകണം, പുറത്തും വൃത്തിയാകണം, ശരിയാണ്. അതിലേറെ വൃത്തിയാകേണ്ടത് നിങ്ങളുടെ ഉള്ളും പുറവുമാണല്ലോ. ഓ ജനങ്ങളെ, മോമിനിന്റെ ഉള്ളും പുറവും റമളാൻ വരുമ്പോഴേക്ക് വൃത്തിയാകണ്ടേ. എങ്ങനെയാണ് വൃത്തിയാകേണ്ടത്? ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകൾ മുഴുവനും നിർത്തിവെക്കണ്ടേ. ചെയ്യാത്ത നന്മകൾ ചെയ്യാൻ തുടങ്ങണ്ടേ. ഖൽബിൽ മറ്റുള്ളവരോട് വെറുപ്പുണ്ടോ? അതൊന്ന് അവസാനിപ്പിക്കണ്ടേ. വൈരാഗ്യം നിർത്തിവെക്കണ്ടേ. മനസ്സൊന്ന് ക്ലിയർ ആകണ്ടേ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അരികിൽ വന്നിട്ട് പലരും ചോദിച്ചില്ലേ, കൈഫ തസ്തഖ്ബിലൂന റമളാൻ? അല്ല സ്വഹാബത്താകുന്ന നിങ്ങൾ എങ്ങനെയാണ് റമളാനിനെ വെൽക്കം ചെയ്യുന്നത്? റമളാൻ അതൊരു ഹോലി മന്താണല്ലോ. ഹോലി മന്ത് ഓഫ് ആൽമൈറ്റി അല്ലാഹ്. അല്ലാഹുവിന്റെ മഹത്വമേറിയ പുണ്യമേറിയ മാസമല്ലേ റമളാൻ. ആ റമളാനിനെ എങ്ങനെയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? റമളാൻ വരുമ്പോഴേക്ക് ഞങ്ങളെ ഖൽബിൽ ഒരാളോടും ഉൾപോരില്ല, ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും ചതിയില്ല, ഒരാളോടും പകയില്ല. നല്ല ക്ലിയറുള്ള മനസ്സോടുകൂടെയാണ് റമളാനിനെ സ്വാഗതം ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെയല്ലേ ലത്വായിഫുൽ മആരിഫിൽ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിച്ചില്ലേ? അതേ മുഅല്ലബുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കാനൂ യദൂനല്ലാഹ സിത്തത അശ്ഹുരിൻ യുബല്ലിഗഹും റമളാൻ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ റമളാൻ വരുന്നതിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുങ്ങിപ്പോയല്ലോ. 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ റമളാനിനെ എത്തിച്ചു തരാൻ റബ്ബിനോട് ആവശ്യപ്പെട്ടല്ലോ. ഇത് റജബ് കഴിഞ്ഞല്ലോ, ബറാഅത്തും കഴിഞ്ഞല്ലോ. ചോദിക്കട്ടെ, ഞങ്ങളെ കൂട്ടത്തിൽ പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ ഒരുങ്ങിയവരുണ്ടോ? മരക്കപ്പുറത്തിരുന്ന് വാല കേൾക്കുന്ന ഉമ്മമാര്, വാല കേൾക്കുന്ന യുവതികള്, കഴിഞ്ഞ റമളാനുകളിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഇതുവരെ ഖളാ ചെയ്യാത്ത ഉമ്മമാരില്ലേ? കേവലം മുദ്ദ് അരി കൊടുത്തിട്ട് സമാധാനിക്കുന്നവരില്ലേ? പറയട്ടെ, എല്ലാറ്റിനോ എല്ലാ നഷ്ടപ്പെട്ടതിനോ മുദ്ദ് അരി കൊടുത്തതുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് ഒരുമ്മയും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഒരു സഹോദരിയും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഖളാ വീട്ടാനുള്ള സൗകര്യമുണ്ടായിട്ട് പോലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഉമ്മമാരെ. ആകെ റമളാനിലെ ഒരു 10 ദിവസത്തിന്റെയോ 7 ദിവസത്തിന്റെയോ നോമ്പങ്ങ് നഷ്ടപ്പെട്ടു പോയപ്പോ റമളാനല്ലാത്ത 11 മാസം ഖളാ വീട്ടാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് പോലും മാസത്തിൽ ഒരാഴ്ചയങ്ങ് അവധി എന്ന് പറയാം. ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു 7 നോമ്പ് മറ്റുള്ള
ബാക്കിയുള്ള 9 മാസങ്ങൾക്കിടയിൽ ഖളാ വീട്ടാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് കണ്ടാൽ നിങ്ങളും ദീനും എന്ത് ബന്ധമാണ്? നിങ്ങളെ കൽബിൽ പടച്ചറപ്പിന്റെ പേടിയുടെ ലവലേശവുമുണ്ടോ? ഖളാ വീട്ടൽ നിർബന്ധമായ സ്ത്രീകള് ഖളാ വീട്ടാൻ സാധിച്ചിട്ട് പോലും ഖളാ വീട്ടാതെ കേവലം മുത്ത് അരികൾ കൊടുത്തിട്ട് അവസാനം ഒരു നാൾ മരിച്ചാൽ അവൾക്ക് ഒരു സീല് കിട്ടിപ്പോയല്ലോ, അവൾക്കൊരു അഡ്രസ് കിട്ടിപ്പോയല്ലോ. എന്താണ് അഡ്രസ്? നോമ്പ് ഖളാ വെച്ച് ബാക്കി വെച്ചിട്ട് മരിച്ചവൾ. അങ്ങനെ മരിക്കാൻ ആഗ്രഹമുണ്ടോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകം സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ മേലെ റമളാനിന്റെ നോമ്പുണ്ടാകും, പലപ്പോഴും ഖളാ വീട്ടാൻ കഴിയില്ലെന്ന് വരും, എന്നാലും ശഅബാൻ ആകുമ്പോഴേക്ക് ഖളാ വീട്ടാതിരിക്കില്ല. അടുത്ത റമളാൻ വരുന്നതിന് മുമ്പ് ഖളാ വീട്ടാതിരിക്കില്ല. അതുകൊണ്ട് ഖളാ വീട്ടാൻ ഒരുങ്ങണേ, പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ ഒരുങ്ങണേ. ഇത് ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അതേ മുൻകാലങ്ങളിൽ ജീവിച്ചൊരാള് എപ്പോഴും സൂര്യന്റെ ചലനം നിയന്ത്രിക്കുന്ന മലക്കുണ്ട്. ആ മലക്കിന്റെ മേലെ സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. ധാരാളം സ്വലാത്ത് ആ മലക്കിന്റെ പേരിൽ ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ ആ മലക്ക് റബ്ബിനോട് സമ്മതം ചോദിച്ചു, റബ്ബേ, എനിക്ക് ഭൂമിയിലോട്ടൊന്നിറങ്ങാൻ സമ്മതം തരണോ, എനിക്ക് എന്റെ മേലെ സ്വലാത്ത് ചൊല്ലുന്ന ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണോ. അതേ, ആ മലക്കങ്ങ് ഇറങ്ങി വരികയാണ്, ഈ മനുഷ്യന്റെ അരികിൽ ചെല്ലുകയാണ്. ഈ മനുഷ്യൻ അവിടുന്ന് അതാ മലക്ക് ചോദിക്കുകയാണ്, ഞാനതാ റബ്ബിനോട് നിങ്ങൾ കാരണം ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടതാണ്, നിങ്ങളുടെ ആവശ്യം എന്താണ്? അവിടുന്ന് പറഞ്ഞു, എനിക്ക് വിവരം കിട്ടി, മലക്കുൽ മൗത്ത് നിങ്ങളെ കൂട്ടുകാരനാണ്. ആ മലക്കുൽ മൗത്തിനോട് എനിക്ക് കുറച്ച് കാലം കൂടി ആയുസ് തരാൻ ആവശ്യപ്പെടണോ, റൂഹ് പിടിക്കുമ്പോൾ ഒന്ന് സുലഭമാക്കണോ? പറയുന്നു, ഇല്ല, ആ റിക്വസ്റ്റ് നടക്കൂല. മലക്കുൽ മൗത്തിന്റെ മുന്നിലൊന്നും വിലപേശൂല. നിങ്ങളെ റൂഹ് ഇപ്പോൾ പിടിക്കാനുള്ള സമയമായി. ആ സമയത്ത് തന്നെ മലക്കുൽ മൗത്ത് അവിടെ വരുന്നു, റൂഹ് പിടിക്കുന്നു. നീണ്ട സംഭവമാണ്, ഇപ്പോൾ നീട്ടി പറയാൻ നേരമില്ല. എന്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, നിങ്ങളെ മരണം എപ്പോഴാണെന്നറിയില്ല. എപ്പോഴും ആകാം, ഇന്നാകാം, ഇപ്പോളാകാം, പിന്നെയാകാം, നാളെയാകാം, ഏത് സമയത്തും പോകാൻ ഒരുങ്ങണോ. മരണത്തിന് ശേഷം കുറെ ആവശ്യമുള്ളത് ഉണ്ടാക്കി വെക്കണം, സമ്പാദിച്ചു വെക്കണോ. അതിനാണ് ശഅബാനും റമളാനും. അത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക ഇൻഷാ അല്ലാഹ്. ദുആ മഹാന്മാരായ തങ്ങന്മാർ അവരാണ് നമുക്ക് ദുആ ചെയ്തു തരേണ്ടത്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഈ നാട്ടിൽ ദീർഘകാലം ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഒരു നാട്ടില് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇടയ്ക്ക് വിട്ടുപോയി. ഒരു സ്ഥലത്ത് വല്ലാത്ത അപകടം പിടികൂടിയപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ മഹാന്റെ അരികിൽ വന്ന് നാട്ടുകാർ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു ആഫത്ത് വന്നിട്ടുണ്ട്. അപ്പൊ